മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഫ്യൂരിയർ സീരീസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂരിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2l and f of x is piecewise then differentiable on -l to +l, then f of x has Fourier series period representation, and that Fourier series representation we can write എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫ്യൂരിയർ സീരീസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇത് നമ്മുടെ ജനറൽ ഇക്വേഷനാണ് ഫ്യൂരിയർ സീരീസിൻ്റെ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു a0 സമ്മേഷൻ ഓഫ് n is equal to 1 to infinity an cos n pi x by l പ്ലസ് സമ്മേഷൻ ഓഫ് n is equal to 1 to infinity bn sin n pi x by l. അപ്പോൾ ഇതാണ് ഫ്യൂരിയർ സീരീസിന്റെ ബേസിക് ഇക്വേഷൻ. വൺസ് അഗൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 സമ്മേഷൻ ഓഫ് n is equal to 1 to infinity an cos n pi x by l പ്ലസ് സമ്മേഷൻ ഓഫ് n is equal to 1 to infinity bn sin n pi x by l. അപ്പോൾ ഇവിടെ a0ക്കും an-ഉം bn-ഉം വേറെ വാല്യൂസ് അതുപോലെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. വാല്യൂസ് എന്ന് പറയുന്നത് a0 എന്ന് പറയുന്നത് 1/2l ഇൻറ്റു ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതുപോലെ a0 an എന്ന് പറയുന്നത് 1/l ഇൻറ്റു ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് കോസ് n pi x by l dx ആണ്. bn is equal to 1/l -l to l എഫ് ഓഫ് എക്സ് സൈൻ n pi x by l dx ആണ്. അപ്പോൾ ഫ്യൂരിയർ സീരീസിന്റെ ബേസിക് ഇക്വേഷൻ എഴുതുന്നത് എഫ് ഓഫ് എക്സ് is equal to a0 എഫ് ഓഫ് എക്സ് is equal to a0 പ്ലസ് സമ്മേഷൻ ഓഫ് n is equal to 1 to infinity an cos n pi x by l plus summation of n is equal to 1 to infinity sin bn sin n pi x by l. So this is the equation for Fourier series. ഇവിടെ ഈ a0 an bn സെപ്പറേറ്റ് വാല്യൂ നമ്മൾ ഇതുപോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. a0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2l -l to l എഫ് ഓഫ് എക്സ് ഡി എക്സ്. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആവാം, എക്സ് സ്ക്വയർ ആകാം, എക്സ് ക്യൂബ് ആകാം. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. അതുപോലെ an-ന്റെ വാല്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. 1/l ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l. അതുപോലെ തന്നെ bn എന്ന് പറയുന്നത് 1/l ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n pi x by l ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂരിയർ സീരീസിന്റെ ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ ഈസി ആകുന്നത്. അപ്പോൾ ഇവിടെ a0 ഇത് an ആണ്. an എന്ന് പറയുന്നത് n സഫിക്സ് ആണ്. an cos n pi x by l ആണ്. അതുപോലെ bn sin n pi x by l ആണ്. an-ന്റെ വാല്യൂ bn-ന്റെ വാല്യൂ an-നകത്ത് 1/l -l to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l ആണ്. bn ആകുമ്പോഴും 1/l ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ കോസ് n pi x by l പകരം ഇവിടെ വരുമ്പം സൈൻ n pi x by l ആണ്. അതുപോലെ a0 എന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്തും 1/l ആണെങ്കിൽ a0യുടെ ഇക്വേഷനകത്ത് 1/2l ആണ്. എല്ലായിടത്തും ഇന്റഗ്രലിന്റെ ലിമിറ്റ് സെയിം തന്നെയാണ്. -l to l എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ -l to l ആണ് നമ്മൾ ആദ്യത്തെ ഡെഫിനിഷൻ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് എന്ന് പറയുന്ന -l to l ആയാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫ്യൂരിയർ സീരീസ് എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് -l to l ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ ഇവിടെ -l to l തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇക്വേഷന് -l to l പകരം എന്താണ് -π to π ആകാം. ഇവിടെ -l to l ആണ് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ. -l to l ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇക്വേഷൻ -l പകരം -π ആകാം, +2 +l പകരം +π ആകും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നു? അപ്പൊ നമ്മുടെ ബേസിക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ a0 പ്ലസ് സമ്മേഷൻ ഓഫ് n is equal to
1 to infinity an cos n pi x by L plus summation of n is equal to 1 to infinity bn sin n pi x by L എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്താണ് ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതുന്നു. f of x is equal to a0 plus summation of n is equal to 1 to infinity an cos n pi x by L plus summation of n is equal to 1 to infinity bn sin n pi x by L. ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് -L to L ആകുമ്പോഴുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ആ -π to πയെ -L to Lനെ നമ്മൾ -π to πയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് സംഭവിക്കും? a0 ഓക്കെ സെയിം a0 അതുപോലെ തന്നെ എഴുതുക. സമ്മേഷൻ ഓഫ് n is equal to 1 to infinity an ഫസ്റ്റ് ടേം നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇനി cos n pi x by L എന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പൊ ലിമിറ്റ് എന്തിലോട്ട് മാറി? പൈയിലോട്ട് മാറിയത് കൊണ്ട് n pi x by L ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? പൈ എന്ന് കൊടുത്തു. പ്ലസ് സമ്മേഷൻ ഓഫ് n is equal to 1 to infinity bn sin n pi ഇതാണ് sin n pi x by L. അപ്പൊ L വന്ന് പകരം നമ്മളിപ്പോ ഏതാ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്? പൈ ആണ് കൊടുത്തിരിക്കുന്നത്. സോ sin n pi x by പൈ. അപ്പൊ അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷനകത്ത് തന്നെ ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്യും, സൈനകത്തുള്ള ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്യും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ f of x is equal to a0 plus summation of n is equal to 1 to infinity an a suffix n ആണ്. അപ്പൊ നമ്മളിവിടെ a suffix n എന്ന് എഴുതുക. an cos ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്യുക, cos nx plus summation again n is equal to 1 to infinity bn sin ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്താൽ bn b സഫിക്സ് n ആണ് sin nx. അപ്പൊ അതാണ് നമ്മുടെ -π to π എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫ്യൂരിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫ്യൂരിയറിന് ഒരു ബേസിക് ഇക്വേഷൻ നമുക്ക് പറയാമെങ്കിലും ആ ബേസിക് ഇക്വേഷനെ ലിമിറ്റിനെ ഡിപ്പെൻഡൻസി വെച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ again f of x എന്ന് പറയുന്നത് -π to π ആണ് എങ്കിൽ a0 plus summation of n is equal to 1 to infinity an cos nx plus summation of n is equal to 1 to infinity bn sin nx. അവിടെയും a0യുടെ വാല്യൂ കഴിഞ്ഞ പിന്നെ ഇക്വേഷൻ അത് നമ്മൾ a0യുടെ വാല്യൂ എഴുതിയിട്ടുണ്ട് 1/2l ഇന്റഗ്രൽ -L to L f of x dx ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും a0യുടെ വാല്യൂ എന്ന് പറയുന്നത്? ഈ Lന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? 1/2π. അതായത് ഈ L എന്ന് പറയുന്നത് പൈയിലോട്ട് കൺവേർട്ട് ചെയ്ത് സോ 1/2π -L to L നമ്മൾ എന്തിൽ എഴുതും? -π to π f of x dx. അത്രേ ഉള്ളൂ ചേഞ്ച്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ L വരുന്നോ അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി? പൈയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കണ്ട് എഴുതിയിട്ടുണ്ട് a0 = 1/2π ലിമിറ്റ് എന്ന് പറയുന്നത് -π to π f of x dx. ഓക്കെ ആണോ എല്ലാം? അതുപോലെ അതിപ്പോ a0 ആയുള്ളൂ. അതുപോലെ an എഴുതാം. നേരത്തെ നമ്മുടെ a-ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? an is equal to 1/L ഇന്റഗ്രൽ -L to L f of x into cos n pi x by L into dx ആയിരുന്നു നേരത്തെ നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനകത്ത് L എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് കൊടുത്തു? പൈ കൊടുത്തു. സോ 1/π L എന്ന് പറയുന്നത് പൈയിലോട്ട് കൺവേർട്ട് ചെയ്ത് 1/π -L to L. അപ്പൊ -π to π. ഓക്കെ f of x ഇവിടെ f of x തന്നെ. ഇവിടെ cos n pi x by L ആയിരുന്നു. നമ്മൾ Lന് പകരം എന്ത് കൊടുത്തു? പൈ കൊടുത്തപ്പോൾ പൈ ആൻഡ് പൈ ആർ ക്യാൻസൽ. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? cos nx dx എന്ന് മാറും. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ bn ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. bn is equal to 1/L ഇന്റഗ്രൽ -L to L f of x into sin n pi x by L into dx. അപ്പൊ അവിടെ ഈ പൈ എന്ന് പറയുന്ന വാല്യൂ Lന് പകരം നമ്മൾ പൈ എന്ന് കൊടുത്താൽ 1/π -π to π f of x sin n pi x by Lന് പകരം പൈ വന്ന പൈ into dx and pi are cancel. സോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 1/π ഇന്റഗ്രൽ -π to π f of x into sin nx dx.
അതാണ് നമ്മുടെ ഇക്വേഷൻ. അതാണ്ട് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫ്യൂരിയർ ഇക്വേഷന്റെ ബേസിക് ഇക്വേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ബേസിക് ഇക്വേഷൻസ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ എളുപ്പമാവത്തുള്ളൂ. അപ്പൊ നമ്മുടെ ബേസിക് ഇക്വേഷൻസ് ഒന്നും കൂടെ ഞാൻ പറയാം. ഫ്യൂരിയർ സീരീസിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു A0 പ്ലസ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ നല്ല രീതിയിൽ ഫെമിലിയർ ആയിരിക്കണം. അപ്പൊ ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് മിനിമം നമുക്കൊരു 2 ക്വസ്റ്റ്യൻ എങ്കിലും കാണും. അപ്പോഴേ ഇക്വേഷൻ ഒന്നും കൂടെ പറയാം. ഫ്യൂരിയർ സീരീസിന്റെ ബേസിക് ഇക്വേഷൻ ആണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു A0 പ്ലസ് സമ്മേഷൻ ഓഫ് n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n pi x by l plus summation of n is equal to 1 to infinity bn sin n pi x by l. Then അവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, 1 to infinity എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദാണ്ട് -l to l ആണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോഴേ നമ്മുടെ ഇക്വേഷനകത്ത് A0ക്കും an-ഉം bn-ഉം വാല്യൂസ് വരും. A0 എന്ന് പറയുന്നത് 1/2l ഇന്റഗ്രൽ -l to l f of x dx. അത് ബൈ ഹാർട്ട് ചെയ്യണം. an എന്ന് പറയുന്നത് 1/l ഇന്റഗ്രൽ -l to l f of x into cos n pi x by l into dx. അതുപോലെ തന്നെ bn എന്ന് പറയുന്നത് 1/l ഇന്റഗ്രൽ -l to l f of x into sin n pi x by l into dx. അപ്പൊ അത് എളുപ്പം പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു. ആദ്യം അതിനകത്ത് കോസ് വരും, പിന്നെ അതിനകത്ത് എന്ത് വരും, സൈൻ വരും. ആദ്യത്തെ A0ക്കകത്ത് 1/2l എന്നാണ് നമുക്ക് വരുന്നതെങ്കിൽ an-ഉം bn-ഉം മാത്രം 1/l ആണ് വരുന്നത്. അപ്പൊ ലിമിറ്റ് -l to +l ആണ്. ഇതിപ്പോ -l to +l എന്ന് പറയുന്ന ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ ആണ്. ഈ -l to +l പോലെ തന്നെ നമുക്ക് -π to +π എന്ന് പറയുന്ന ഈ ലിമിറ്റിൽ നമുക്ക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബേസിക് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് പൈയുടെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുത്താൽ മതി, എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുത്താൽ മതി, പൈയുടെ വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു A0 പ്ലസ് സമ്മേഷൻ ഓഫ് n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n pi x by l പ്ലസ് summation of n is equal to 1 to infinity bn sin n pi x by l. അതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അവിടെ എല്ലിന് പകരം പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് is equal to A0 പ്ലസ് സമ്മേഷൻ ഓഫ് n is equal to 1 to infinity an, ആ പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് cos nx പ്ലസ് summation of n is equal to 1 to infinity bn sin nx എന്ന് കിട്ടും. അവിടെയും A0യുടെ വാല്യൂ ഉണ്ട്, an-ന്റെ വാല്യൂ ഉണ്ട്, bn-ന്റെ വാല്യൂ ഉണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെ പൈക്ക് പകരം നേരത്തെ എല്ലിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, പൈ കൊടുക്കുക. സോ A0 ഈക്വൽ ടു 1/2π ഇൻറ്റു -π to π f of x dx. അതുപോലെ തന്നെ an is equal to 1/π ഇൻറ്റു ഇന്റഗ്രൽ -π to π f of x into cos nx dx. അതുപോലെ bn is equal to 1/π ഇന്റഗ്രൽ -π to π f of x into sin nx dx. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും. അതായത് ഫ്യൂരിയർ സീരീസിന്റെ ബേസിക് ഇക്വേഷൻ ഏതാണെന്ന് ഓപ്ഷനിൽ നമുക്ക് തരും. 4 ബേസിക് ഇക്വേഷൻ തരും. അപ്പൊ ആ ബേസിക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ചെയ്തേക്കുവാണെങ്കിൽ ലിമിറ്റ് നോക്കുക, -l to l ആണോ -π to π ആണോ എന്നുള്ള ലിമിറ്റ് നോക്കുക. നമുക്ക് ബേസിക് ഇക്വേഷൻ അതിൽ നിന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്നും ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ A0യുടെ വാല്യൂ ഏതാണ്, A0 1/2π തരും, 1/π തരും, അതിൽ 2/π തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ അതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ A0 പോലെ തന്നെ നമുക്ക് ഏതുണ്ട്, an-ന്റെ വാല്യൂ ഉണ്ട്, bn-ന്റെ വാല്യൂ. അപ്പൊ ഇവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ഇത് 2/π ആണോ 1/2π ആണോ എന്നുള്ളൊരു സംശയം വരും. അപ്പൊ അങ്ങനെ ആയിരിക്കും ഓപ്ഷനിനകത്ത് തരുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് അറിയാമെങ്കിൽ ഇക്വേഷൻ ഏതാണെന്ന് നമുക്ക് അതുപോലെ മാർക്ക് ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഫ്യൂരിയർ സീരീസിന്റെ ഈ ഇക്വേഷൻ, ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഡിഫറെന്റ് ഫോമിലാണ് ഇക്വേഷൻ വരുന്നത്. അതുപോലെ തന്നെ 2 രീതിയിൽ നമുക്കത് എഴുതാൻ സാധിക്കും. അപ്പൊ അതിലെ ആ ബേസിക് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അത് എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോഴേ ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതിന്റെ പഠിക്കാനുണ്ട്.
ആ ഇക്വേഷന് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനകത്ത് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏതെല്ലാം കണ്ടീഷൻസ് അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി മെയിൻ ആയിട്ട് 2 പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് നിങ്ങൾ 12th മാത്തമാറ്റിക്സിൽ ഇന്റഗ്രേഷന്റെ ബേസിക് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ആ ബേസിക് റിസൾട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇന്റഗ്രൽ -L to L f(x) dx. ഇപ്പൊ ലിമിറ്റ് ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് തന്നിരിക്കുന്നത്? -L മുതൽ +L വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. f(x) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആവാം, ഞാൻ പറഞ്ഞു x² ആകാം, x³ ആകാം, x⁵ ആകാം, ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. അപ്പൊ അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആ f(x) dx എന്ന് പറയുന്നത് ലിമിറ്റ് 0 to L എന്ന് പറയുന്ന ലിമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ 2 × ഇന്റഗ്രൽ 0 to L f(x) dx ആയിരിക്കും. അവിടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്. അവിടെ f(x) എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കണം. ഇത് നിങ്ങൾ 12th ബേസിക് മാത്തമാറ്റിക്സിനകത്ത് പഠിക്കുന്നതായിരിക്കും. ഒന്നുകൂടെ പറയാം, അതായത് ലിമിറ്റ് നമ്മൾ ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ട്. ഈ ലിമിറ്റ് നിങ്ങൾ ഫെമിലിയർ ആയിട്ട് വരണം, എങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ലിമിറ്റ് കാണുന്നുണ്ട്. -π to π എന്നാണ് നമ്മുടെ ലിമിറ്റ്, a0യുടെ വാല്യൂ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു an-ന്റെ വാല്യൂ, -L to L അല്ലെങ്കിൽ -L to bn-ന്റെ വാല്യൂ എല്ലാം എന്താണ്? ഒന്നുകിൽ -L to L അല്ലെങ്കിൽ -π to π, അങ്ങനെയാണ് വാല്യൂ വരുന്നത്. അപ്പൊ ആ വാല്യൂവിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് എളുപ്പത്തിൽ കിട്ടണം, ആൻസർ എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ നമ്മളത് 0 to L എന്ന് പറയുന്ന ലിമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 2 × 0 to L f(x) dx. പക്ഷെ അത് എഴുതുമ്പോൾ f(x)ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഇന്റഗ്രൽ -L to L f(x) dx = 0. അത് എപ്പോഴായിരിക്കും? f(x) എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ എന്താണ് ഈവൻ ഫംഗ്ഷൻ, എന്താണ് ഓഡ് ഫംഗ്ഷൻ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ f(x) എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, f(x) എന്ന് പറയുന്നത് ഞാൻ x² എന്ന് എടുക്കുന്നു. അപ്പൊ അതിന്റെ f(-x) എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുക്കും? ഈ x²ന് -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ -x² എന്ന് കിട്ടും. അപ്പൊ -x²ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? x² ആണ്. എന്ന് വെച്ചാൽ f(x)ഉം എന്ത്? f(x) f(-x) ആണ്. ശരിയല്ലേ? f(x)ന്റെ വാല്യൂ f(-x)ന്റെ വാല്യൂയും ഈക്വൽ ആണ് എങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും? ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ x² മാത്രമല്ല, നമുക്ക് x⁴ f(x) x⁴ എടുക്കുന്നു. അപ്പൊ f(-x) എടുത്താൽ എന്താകും? -x⁴ എന്ന് വെച്ചാൽ എത്ര തന്നെ കിട്ടുന്നത്? x⁴ എന്നാ കിട്ടുന്നത്. എന്ന് വെച്ചാൽ f(x) x⁴ ആണ് എങ്കിൽ f(-x)ന്റെ വാല്യൂം എന്ത് തന്നെ കിട്ടുന്നുണ്ട്? x⁴ കിട്ടുന്നുണ്ട്. അതായത് f(x) f(-x). അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോഴേ x² വരും, x⁴ വരും, x⁶ വരും. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ ടേംസ് എല്ലാം നമുക്ക് എന്ത് ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും? ഈവൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അത് മാത്രമല്ല കോസ് ടേമും കൂടെ വരുന്നുണ്ട്. f(x) നമ്മുടെ ഇവിടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വെച്ചാണ് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ കോസ് ടേം വരുന്നുണ്ട്. അപ്പൊ f(x)ന്റെ വാല്യൂ നമുക്ക് x² x⁴ മാത്രമല്ല ആകാൻ പറ്റുന്നത്, cos x എന്ന് പറയുന്ന ഒരു വാല്യൂ ആകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ f(-x)ന്റെ വാല്യൂ എന്തായിരിക്കും? cos of -x. നിങ്ങൾക്ക് അറിയുന്ന ബേസിക് റൂളാണ്. cos of -θ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? cos θ ആണ്. സോ ദ റിസൾട്ട് ബിക്കംസ് cos x എന്ന് കിട്ടും. എന്ന് വെച്ചാൽ f(x)ന്റെ ഇവിടെ വാല്യൂ എന്ത് തന്നെ? f(-x)ന്റെ വാല്യൂയും f(x)ന്റെ വാല്യൂയും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈവൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഈവൻ ഫംഗ്ഷൻസ് മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ -L to L f(x) dx f(x)ന്റെ വാല്യൂ x² x⁴ x⁶ x⁸ എക്സെട്ര അല്ലെങ്കിൽ f(x)ന്റെ വാല്യൂ cos x എങ്കിൽ മാത്രമേ ഈ ലിമിറ്റ് നമുക്ക് 2 × 0 to L f(x) dx എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അതാണ് അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ് പറഞ്ഞത്? -L to L f(x) dx എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ. അപ്പൊ ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ f(x)ന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കത്തില്ല? f(-x)ന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കത്തില്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് ഞാനിവിടെ മായ്ക്കുക.
അടുത്ത എക്സാമ്പിൾ പറയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഞാൻ നേരത്തെ എക്സ് സ്ക്വയറിന് എടുത്തായെങ്കിൽ ഇനിയിപ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. അതായത് എക്സ് സ്ക്വയറിന് പകരം എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതും? എക്സിന് പകരം മൈനസ് കൊടുക്കും. അപ്പൊ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. കണ്ടോ? അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിനല്ല ഈക്വൽ ആകുന്നത്, മൈനസ് ഓഫ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണ് എങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ ഓഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതിപ്പോ നമ്മുടെ എഫ് ഓഫ് എക്സ് വരുന്നത് പോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എങ്ങനെ വരും? എക്സ് ക്യൂബ്. അപ്പൊ മൈനസ് എക്സ്, എക്സിന് പകരം മൈനസ് എക്സ് എന്ന് കൊടുക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ക്യൂബ് എടുക്കുന്നു. മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? മൈനസ് എക്സ് ക്യൂബ് ആണ് അല്ലെ? അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനല്ല ഈക്വല്, എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് എഫ് ഓഫ് എക്സിനാണ് ഈക്വല്. ക്ലിയർ ആവുന്നുണ്ടോ? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ് ആയതുകൊണ്ട് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ്, അപ്പൊ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് എക്സിന് ഈക്വൽ അല്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? ഓഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ്, എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5, എക്സ് റൈസ് ടു 7 എന്ന് വെച്ചാൽ എക്സിന്റെ ഓഡ് വാല്യൂസിന്റെ പവർ വരുന്നത് എല്ലാം എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് മാത്രമല്ല വരുന്നത്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും വരും. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് എടുക്കുന്നു? ഞാൻ സൈൻ എക്സ് എന്ന് എടുക്കുന്നു. സൈൻ എക്സ് എന്ന് എടുക്കുന്നു. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? സൈൻ ഓഫ് എക്സ് വരും മൈനസ് എക്സ്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റ ആണ്. സോ മൈനസ് സൈൻ എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഓഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ എളുപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് എൽ ടു എൽ സൈൻ എക്സ് ഡി എക്സ് ആണെങ്കിൽ നമ്മൾ എത്ര എഴുതുക? 0 എന്ന് എഴുതുക. ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ് എന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡി എക്സ് എന്ന് വരുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. അപ്പൊ അതാണ് ആ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ മീനിങ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ഫസ്റ്റ് ഒരു പ്രോബ്ലത്തിലോട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫ്യൂരിയർ സീരീസിന്റെ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് പ്രീവിയസ് ഇയർ സെറ്റിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ is expanded as a Fourier series in the interval pi to minus pi. Minus pi to pi ആയാലും pi to minus pi ആയാലും കുഴപ്പമില്ല. The first term of the series. നമ്മുടെ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് കൂടുതലും ഫസ്റ്റ് ടേം ആയിരിക്കും ചോദിക്കുന്നത്. അതായത് നമ്മുടെ A0 നമ്മൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഫ്യൂരിയർ സീരീസിന്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു A0 plus summation of n is equal to 1 to infinity an cos n pi x by l plus summation of n is equal to 1 to infinity bn sin n pi x by n. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഈ ബേസിക് ഇക്വേഷനിൽ അപ്പൊ നമ്മൾ നോക്കിക്കേ എത്ര ടേം ഉണ്ടെന്ന് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടേം ആ ചോദിച്ചത്. അപ്പൊ ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഫസ്റ്റ് ടേം ആകുമ്പോൾ A0 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി നമ്മുടെ അവർ ചോദിക്കും സെക്കൻഡ് ടേം എന്റെ വാല്യൂ ആ കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. തേർഡ് ടേം ബി ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വാല്യൂ കണ്ടുപിടിച്ച് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എന്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അതല്ല ഫ്യൂരിയർ സീരീസ് മൊത്തത്തിൽ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ A0യും കണ്ടുപിടിക്കണം, ANഉം കണ്ടുപിടിക്കണം, BNഉം കണ്ടുപിടിക്കണം. അപ്പൊ അത് എത്രമാത്രം ക്വസ്റ്റ്യൻ ടൈറ്റ് ആവുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ A0യും ANഉം BN. അപ്പൊ നമുക്ക് കുറച്ച് ചെയ്ത് വരുമ്പോൾ ആ വാല്യൂസ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇത്രയും ലെങ്തി ഡെറിവേഷൻസ് ചെയ്യാതെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടേം മാത്രം ഉള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? A0 കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A0? വേർ A0 ഈക്വൽ ടു 1/2l ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് L ടു L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതായിരുന്നു ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ബേസിക് ഇക്വേഷൻ അല്ലെ?
a0 equal to 1/2l into integral minus L to L f of x into dx. അതാണ് a0യുടെ വാല്യൂ. അപ്പൊ ആ വാല്യൂ മാത്രം നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് ഞാൻ ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. a0 equal to 1/2l f of x dx. അപ്പൊ f of x ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇക്വേഷൻ എന്താണ്? f of x എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? f of x is equal to x square. x square. അപ്പൊ നിങ്ങൾക്ക് അറിയാം f of x സ്ക്വയർ ആണെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ ആയിരിക്കും? ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഈ ലിമിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുകയും ചെയ്യും? എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ആ ഇക്വേഷൻ എഴുതാൻ പോവുക. നോക്കിക്കോളുക. അപ്പൊ എഴുതണ്ടേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഏത് ലിമിറ്റിലാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ട് ലിമിറ്റ് ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അതെ, -π to π or π to -π. ഇപ്പൊ -π to π എന്ന് പറയുന്ന ലിമിറ്റിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് -π to π എന്ന് പറയുന്ന ലിമിറ്റ് -π to π എന്ന് പറയുന്ന ലിമിറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. ഏതാ? എഫ് ഓഫ് എക്സ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്ന a0യുടെ വാല്യൂ കണ്ടുപിടിക്കാം. a0യുടെ വാല്യൂ നമ്മുടെ ബേസിക് ഇക്വേഷൻ അനുസരിച്ച് 1/2l into -L to L f of x dx ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ 1/2l എന്ന് പറയുന്നത് 1/2π into ഇന്റഗ്രൽ -π to π എന്തായിരിക്കും? എഫ് ഓഫ് എക്സിന് പോലെ എന്ത് കൊടുക്കുക? എക്സ് സ്ക്വയർ dx എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഈ എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മൾ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. അത് ചെയ്തില്ലേലും ഒന്നുമില്ല. ഇനി -π to π ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. രണ്ടും ഞാൻ ചെയ്തു തരാം. ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1/2π into -π to x square dx നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ ഡിവൈഡഡ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് -π to +π. ഓക്കെ ആണല്ലോ? എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x is equal to 1/2π into 1/3 നമുക്ക് ലിമിറ്റിന് പുറത്ത് എഴുതാൻ പറ്റും. അപ്പൊ 1/3 എടുത്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എത്രയാണ്? പൈ. അപ്പൊ പൈയുടെ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് π³ ശരിയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/6π വിത്തിൻ ദ ലിമിറ്റ് π³ പ്ലസ് π³ എന്ന് എഴുതാൻ പറ്റും. കാര്യം π³ മൈനസ് π³ എന്ന് പറയുന്നത് എന്താണ്? π³ പ്ലസ് π³ എന്നാണ്. സോ നമുക്കടെ ഇക്വേഷൻ ദാറ്റ് ഈസ് 1/6π into 2π³ എന്ന് കിട്ടും. ശരിയാണല്ലോ? അപ്പൊ അതിനകത്ത് പൈയും π³ ക്യാൻസൽ ചെയ്യാം. 6ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 1/3 into π² എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? π² ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതിൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന ഞാൻ ഒന്നുകൂടെ ചെയ്തു തരാം. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ a0യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/2l into ഇന്റഗ്രൽ -L to L f of x dx ആണ്. അപ്പൊ 1/2l പകരം നമ്മുടെ L ലിമിറ്റ് എന്ന് വെച്ചാൽ 1/2πയിലാണ് ലിമിറ്റ് വരുന്നത്. സോ 1/2π L പകരം -π to π f of x എന്ന് പറയുന്നത് x² ആണ് into dx ആണ്. അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ x² dx നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്തതാ. എങ്ങനെയായിരിക്കും ഇന്റഗ്രൽ x² dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇന്റഗ്രൽ x raised to n dx എങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? which is equal to x raised to n+1 divided by n+1. അതുപോലെ ഇന്റഗ്രൽ x² dx ആകുമ്പോൾ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ x² dx ആകുമ്പോൾ x raised to n ന് പകരം 2 ആണ്. സോ 2+1 divided by 2+1. So the result is x³ divided by 3. ഇത് ബേസിക് ഇക്വേഷൻ ആണ്, ഇന്റഗ്രലിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. ഇവിടെ x raised to 5 dx ആണെങ്കിൽ നമ്മൾ x raised to 5+1 by 5+1. x raised to 6 divided by 6 അതാണ് അതിന്റെ വാല്യൂ. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് പൈ ആണ്. മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അതുകൊണ്ടാണ് പ്ലസ് വരുന്നത്. സോ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് π²/3. ഇനി നമുക്ക് ഈ വാല്യൂ അതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത്
ആ വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം. പൈ സ്ക്വയർ ബൈ 3 എന്ന് പറയുന്ന ആൻസർ ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ചോയ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽ അനുസരിച്ച് നമ്മൾ എങ്ങനെ ഇത് എഴുതുന്നതെന്നും കൂടെ നോക്കിയേക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽ. അതെ, ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇന്റഗ്രൽ -L to L f of x dx 2 into ഇന്റഗ്രൽ 0 to L f of x dx. അതുകൂടെ പറഞ്ഞു തരാം. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നത് അതങ്ങ് ചെയ്തു പോവുക. എന്നാലും അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. എക്സ് സ്ക്വയർ ആണ്, -π to +π ആണ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് a0 എന്ന് പറയുന്നത് 1/2π ഇൻറ്റു -π to π എക്സ് സ്ക്വയർ dx ആണ്. ഓക്കെ ആണല്ലോ. അതായത് 1/2π അത് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളത് 0 to ആണെങ്കിൽ 0 to π എന്ന് കൊടുക്കുക, എക്സ് സ്ക്വയർ dx. അപ്പൊ 0 to π ആകുമ്പോൾ ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ, നമ്മളിപ്പോ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് 0 to 2 കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ബേസിക് മാത്തമാറ്റിക്സിൽ 12th ബേസ് ആണ്. അതായത് 1/2π ഇൻറ്റു അപ്പോൾ ആ 2 അതുപോലെ തന്നെ ഉണ്ട്. ഇനി ബാക്കി നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും എക്സ് സ്ക്വയർ ആയതുകൊണ്ട് x³ ഡിവൈഡഡ് ബൈ 3. വിത്തിന്റെ ലിമിറ്റ് എന്താണ്, 0 to π. ഇത് ചെറിയ ലിമിറ്റ് ആയതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ട് വരത്തില്ല. അത് വേറെ വലിയ ലിമിറ്റുകൾ 5π 6π എന്നൊക്കെ പറയുന്ന ലിമിറ്റ് ആണെങ്കിൽ ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റോ മൈനസ് ലോവർ ലിമിറ്റിന്റെ വാല്യൂ 0 ആയിപ്പോൾ. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് ടൈം കൺസ്യൂമിങ് ഇക്വേഷൻസ് വരുമ്പോൾ 1/2π ഇൻറ്റു 2 ഇൻറ്റു π³ ഡിവൈഡഡ് ബൈ 3 -0. ശരിയല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങ് 0 ആയിപ്പോ. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 1/π ഇൻറ്റു π³ ഡിവൈഡഡ് ബൈ 3. അഗെയിൻ π ആൻഡ് π ആർ ക്യാൻസൽ, വി ഗെറ്റ് π² ഡിവൈഡഡ് ബൈ 3. സോ ദാറ്റ് ഇസ് എ റിസൾട്ട്. അപ്പൊ ഇത്രയും ഒരു സ്റ്റെപ്പിന്റെ കുറവുണ്ട്. കാര്യം നമുക്ക് രണ്ടാമത്തതിനകത്ത് ഇക്വേഷൻ നോക്കേണ്ട കാര്യമില്ല, അത് 0 ആയിപ്പോയി. അപ്പൊ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ നമുക്ക് എളുപ്പ ആൻസർ കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ പഠിച്ചു വെച്ചിട്ട് ഇതേ രീതിയിൽ ആൻസർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫ്യൂരിയറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³. അതല്ല, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ അതിന്റെ ബേസ് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³. അപ്പൊ നമ്മൾ അതിന്റെ പഠിച്ചു, ബേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എഫ് ഓഫ് എക്സ് x³ ആണെങ്കിൽ x³ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ടേം ആണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കാര്യം മാത്രമേ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത സ്ലൈഡ് അനുസരിച്ച് ഞാൻ അടുത്ത ടേം കൂടെ പറയാം. അപ്പൊ ഫസ്റ്റ് ടേം നമ്മളെന്നാ ആദ്യം ഒന്ന് എളുപ്പമാക്കാം. അപ്പൊ ഫസ്റ്റ് ടേമിലാണെങ്കിൽ ഫസ്റ്റ് ടേമിൽ എന്തായിരിക്കും, x³ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വാല്യൂ എന്തായിപ്പോ 0 ആയിപ്പോ. അതാണ് ഈ ടൈം കൺസ്യൂമിങ് നമുക്ക് എളുപ്പം മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് 0 കിട്ടും. നമുക്ക് 0 കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഫ്യൂരിയറിന്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. അപ്പൊ ഫസ്റ്റ് ടേം ആണെങ്കിൽ a0 ഈക്വൽ ടു ഓക്കെ. അപ്പൊ ഇക്വേഷൻ പറഞ്ഞു തന്നെ എഴുതി തന്നെ ആദ്യം നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക. 1/2L ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് π ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ 1/2π ഇൻറ്റു ഇന്റഗ്രൽ -π to +π എഫ് ഓഫ് എക്സ് ഇൻറ്റു dx. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 1/2π ഇൻറ്റു ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x³ dx. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് 1/2π x³ ആകുമ്പോൾ x⁴ ഡിവൈഡഡ് ബൈ 4 വിത്തിൻ്റെ ലിമിറ്റ് എത്രയായിരിക്കും, -π to π ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1/2π ഇൻറ്റു 1/4 നമുക്ക് ലിമിറ്റിന്റെ പുറത്തെടുക്കാം. π⁴ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്, -π⁴. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, 1/2π ഇൻറ്റു ഈ 1/4 ഉണ്ട്. അപ്പൊ സോ 1/4 ഇൻറ്റു π⁴
മൈനസ് പൈ റൈസ് ടു 4. അപ്പൊ മൈനസ് പൈ റൈസ് ടു 4ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? പൈ റൈസ് ടു 4. അപ്പൊ പൈ റൈസ് ടു 4 മൈനസ് പൈ റൈസ് ടു 4. സോ പൈ റൈസ് ടു 4 ആൻഡ് പൈ റൈസ് ടു 4 ആർ ക്യാൻസൽ. സോ ദ റിസൾട്ട് ബിക്കംസ് എന്താവും? ഇവിടെ 1/8 പൈ ഇൻറ്റു വന്നെങ്കിലും ഇവിടെ എന്തായിപ്പം 0 ആയിപ്പോ. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് കണ്ടപ്പോൾ നമ്മൾ ആ ഫ്യൂരിയറിന്റെ ഇക്വേഷൻ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും വാല്യൂ എന്തേ കിട്ടത്തുള്ളൂ? 0 എന്നേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് വാല്യൂസ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ കണ്ടേ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എഫ് ഓഫ് എക്സ് എക്സ് ഫസ്റ്റ് ടേമിന്റെ നമ്മുടെ എക്സ് സ്ക്വയർ കണ്ടു. അടുത്ത ടേമിന്റെ നമ്മൾ എക്സ് ക്യൂബിന്റെ കണ്ട് ആൻസർ നമുക്ക് എന്തായിട്ട് 0 ആയിട്ട് കിട്ടി. ഇതിപ്പോ എഫ് ഓഫ് എക്സ് എക്സ് റൈസ് ടു 5 ആണെങ്കിൽ ആൻസർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. എക്സ് റൈസ് ടു 7 ആണെങ്കിലും ആൻസർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സൈൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണെങ്കിലും ആൻസർ എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിലും ആൻസർ എന്ത് തന്നെയാണ്? 0. എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു 1 ആണ്. അപ്പൊ എക്സ് ക്യൂബിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ലേ? എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 5 ആണ്. എക്സ് റൈസ് ടു 1 ആണ്. എക്സ് റൈസ് ടു 1 എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എക്സ് എന്ന് വന്നാൽ നമ്മുടെ വാല്യൂ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഫ്യൂരിയർ സീരീസ് അനുസരിച്ചുള്ള ഫസ്റ്റ് ടോപ്പിക്കിന്റെ നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ എഴുതിയത്. അതുപോലെ തന്നെ അടുത്തത് സെറ്റ് എക്സാം ചോദിച്ചാണ് എഫ് ഓഫ് എക്സ് സീക്വൽ ടു ആണ്. എഫ് ഓഫ് എക്സ് ഫ്യൂരിയർ സീരീസിന്റെ എഫ് ഓഫ് എക്സ് സീക്വൽ ടു എക്സ് റൈസ് ടു 4 ആണ്. അപ്പൊ നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേമിന്റെ അനാലിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം ആകുമ്പോൾ a0 നമ്മുടെ ബേസിക് ഇക്വേഷൻ 1/2 നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് മൈനസ് പൈ ടു പൈ ആണ് 2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ. സോ 1/2π ഇൻറ്റു എക്സ് റൈസ് ടു 4 എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 5 ഡിവൈഡ് ബൈ 5 ആണ്. സോ മൈനസ് പൈ ടു പൈ ആകും. ഓക്കെ, അപ്പൊ 1/2π ഇൻറ്റു 5 ലിമിറ്റിനകത്ത് നമുക്ക് എന്ത് വരും? പൈ റൈസ് ടു 5 മൈനസ് ഓഫ് മൈനസ്. അപ്പൊ എന്താവും? പൈ അത് മൈനസ് ആണ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് പിന്നെന്താ? പ്ലസ് ആവും പൈ റൈസ് ടു 5. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് 2π റൈസ് ടു 5 ഉണ്ട്. ഇവിടെ 2 ഉണ്ട്. 2ഉം ക്യാൻസൽ ചെയ്യും. പൈ ഉണ്ട്. പൈ റൈസ് ടു 4 ആകും. സോ ആൻസർ ഈസ് പൈ റൈസ് ടു 4 ഡിവൈഡ് ബൈ 5 ആണ് ആൻസർ. പൈ റൈസ് ടു 4 ഡിവൈഡ് ബൈ 5. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ഫസ്റ്റ് ടേമിന്റെ അനാലിസിസ് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വാല്യൂ 0 ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുക. അപ്പൊ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ.